അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കി തെക്കൻ കേരളവും. നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് രമാദേവി ക്ഷേത്രത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കോട്ടയം പാലാ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിഷ്ഠാ ചടങ്ങുകൾ വീക്ഷിച്ചു. ഭാരതം പ്രൗഢവും ധന്യവുമായ രാമമുഹൂർത്തത്തെ ഹൃദയത്തോടാണ് തെക്കൻ കേരളവും ചേർത്തത്. നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച വിശേഷാൽ പൂജകളും ചടങ്ങുകളും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കാളിയായി. Today is a day for the reassertion of the values and ideals of Indian culture, which I feel is not only ancient but it is Puratan, Prachin, but also Mrityunjay, dynamic. കോട്ടയം പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിഷ്ഠാ ചടങ്ങുകൾ വീക്ഷിച്ചു. കേരളത്തിൽ വളരെ വലിയൊരു രാമതരംഗം എല്ലായിടത്തും കാണാൻ സാധിക്കും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൻ്റെ അയോധ്യ നിലപാടിനെ കേരളത്തിലെ പൊതുസമൂഹമാകെ തള്ളിക്കളഞ്ഞിരിക്കുക. കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് സഹകരിക്കരുത് എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു. ദൗർഭാഗ്യകരമായ ഒരു നിലപാടായിരുന്നു. പക്ഷേ വിശ്വാസികൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. സഹോദര മതങ്ങളിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഈ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടായില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും ഇവിടുത്തെ മുന്നണി നേതാക്കന്മാർക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് അവരുടെ കാര്യം. തിരുവനന്തപുരത്തെ ചടങ്ങിൽ അഖില ഭാരതീയ ധർമ്മ ജാഗരൻ സംയോജക് അനിൽകാന്ത, RSS മുതിർന്ന പ്രചാരകായ S സേതുമാധവൻ, A ജയകുമാർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബുക്കുട്ടൻ, RSS പ്രാന്ത സമ്പർക്ക പ്രമുഖ് M ജയകുമാർ, ISRO മുൻ ചെയർമാൻ G മാധവൻ നായർ, സംവിധായകൻ വിനു കരിയത്ത് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.